നമ്മൾ കഴിഞ്ഞ ദിവസം N8 ബിഗിനർ ലെവൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പാർട്ട് 2 എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വാട്ട് ഇസ് ആൻ AI ഏജന്റ്? AI ഏജന്റ് എന്താണെന്നുള്ളത് സിമ്പിളായിട്ട് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കാം. നിങ്ങളൊരു വലിയ കമ്പനിയുടെ ഓഫീസ് ക്യാബിനിൽ ഇരിക്കുകയാണെന്ന് കരുതുക. 4 വാർഡും വിൻഡോസ് ഒന്നുമില്ല, ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാബിനിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾ ആ ക്യാബിനിലേക്ക് കയറിയത് രാവിലെ 9 മണിക്കാണ്. ആ ഒരു സമയത്ത് പുറത്ത് നല്ല വെയിലായിരുന്നു, മഴയൊന്നും ഇല്ലായിരുന്നു. സമയം അങ്ങനെ മുന്നോട്ട് പോയി. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 12 മണിയായി. അപ്പോഴാണ് നിങ്ങളുടെ ഒരു ഫ്രണ്ട് പെട്ടെന്ന് നിങ്ങളുടെ മുറിയിലേക്ക് വന്നിട്ട് ചോദിക്കുന്നത് പുറത്ത് നല്ല മഴയുണ്ടോ എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മെമ്മറി എന്ന് പറയുന്നത് രാവിലെ നിങ്ങൾ 9 മണിക്ക് പുറത്തുനിന്ന് കയറിയപ്പം സമയത്ത് മഴയില്ലായിരുന്നു, വെയിലായിരുന്നു എന്നുള്ള മെമ്മറി മാത്രമാണ് നിങ്ങളുടെ ബ്രെയിനിലുള്ളൂ. നിങ്ങൾ ആ ഒരു പഴയ നോളജ് വെച്ചിട്ട് പറയുകയാണ് മഴയൊന്നുമില്ല, നല്ല വെയിലാണ് എന്ന് മറുപടി പറഞ്ഞാൽ അത് ചിലപ്പോൾ തെറ്റാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ പുറത്ത് നല്ല മഴ ഉണ്ടായിരിക്കാം. അപ്പോൾ സാധാരണയുള്ള നമ്മുടെ LLMകൾ, ChatGPT, Gemini ഒക്കെ പോലെയുള്ള LLMകൾ പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ്. അതിന് ലേറ്റസ്റ്റ് കാര്യങ്ങൾ ചിലപ്പോൾ അറിയില്ല, ഉള്ള അറിവ് വെച്ചിട്ടാണ് അത് നമ്മൾക്ക് ആൻസേഴ്സ് തരുന്നത്. അതായത് അതിനെ ട്രെയിൻ ചെയ്യിപ്പിച്ച് വെച്ചിരിക്കുന്ന ഡേറ്റ എപ്പോഴായിരുന്നോ ലാസ്റ്റ് ട്രെയിൻ ചെയ്യിപ്പിച്ച് വെച്ചിരുന്നത് അത് വെച്ചിട്ടുള്ള ഡേറ്റയാണ് തരുന്നത്. നമ്മുടെ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ 9 മണിക്ക് ആണ് നിങ്ങൾ റൂമിൽ കയറിയത്, ആ സമയത്ത് നോളജ് മാത്രമാണ് നിങ്ങൾക്കുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു LLMകളും വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ നിങ്ങളൊരു AI ഏജന്റ് ആണെന്ന് നിങ്ങൾ കരുതുക. നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത്? നിങ്ങളപ്പോൾ ആലോചിക്കും, എൻ്റെ കയ്യിലുള്ള നോളജ് രാവിലെ 9 മണിക്കത്തെയാണ്, അത് വെച്ച് മറുപടി പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ കസേരയിൽ നിന്ന് എണീറ്റ് നിങ്ങളുടെ കാലുകളെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? നിങ്ങൾ നടന്ന് പുറത്തേക്ക് പോകും. നിങ്ങളുടെ കണ്ണുകൾ യൂസ് ചെയ്ത് നിങ്ങൾ പുറത്തേക്ക് നോക്കും. എന്നിട്ട് തിരിച്ചു വന്ന് നിങ്ങളുടെ സുഹൃത്തിനോട് പറയും അതേ പുറത്ത് നല്ല മഴയുണ്ട് എന്നുള്ളത്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യമുള്ളത്. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങളൊന്ന് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ഇവിടെ നടന്നത് അല്ലേ. ഒന്നാമതായിട്ട് ചോദ്യം കേട്ടപ്പോൾ ആദ്യം പ്രവർത്തിച്ചത് നിങ്ങളുടെ ബ്രെയിനാണ്. നിങ്ങളുടെ ബ്രെയിൻ ഒരു കാര്യം സ്വന്തം മനസ്സിലാക്കി, എൻ്റെ കയ്യിലുള്ള അറിവ് പഴയതാണ്, അത് വെച്ചിപ്പോൾ ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ സ്വയം ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും കഴിവുള്ള ഒരു ബുദ്ധിയെയാണ് നമ്മൾ AI മോഡൽ എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ChatGPT അല്ലെങ്കിൽ Gemini ഒക്കെ പോലുള്ളത്. രണ്ടാമതായി എന്താണ് സംഭവിച്ചത്? ശരിയായിട്ടുള്ള ഉത്തരം നിങ്ങളുടെ ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാലുകൾ യൂസ് ചെയ്ത് നടന്ന് പുറത്തുപോയി, കണ്ണുകൾ യൂസ് ചെയ്ത് നേരിട്ട് കണ്ട് കാര്യം മനസ്സിലാക്കി. ഇവിടെ നിങ്ങളുടെ കാലുകളും കണ്ണുകളുമാണ് നിങ്ങളെ ആ ഒരു ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സഹായിച്ചത്. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ AIക്ക് വിവരങ്ങൾ കണ്ടുപിടിക്കാൻ നമ്മൾ കൊടുക്കുന്ന സംവിധാനങ്ങളെയാണ് നമ്മൾ ടൂൾസ് എന്ന് വിളിക്കുന്നത്. ഇത് ഗൂഗിൾ സെർച്ച് ആവാം, വിക്കിപീഡിയ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഒരു ഡേറ്റാബേസ് ആവാം. ഇനി മൂന്നാമത്തെ കാര്യം, ഈ ബുദ്ധിയും ടൂളുകളും കൂടി ഒന്നിച്ചു ചേരുമ്പോഴാണ് അതൊരു AI ഏജന്റ് ആയിട്ട് മാറുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ എനിക്കൊരു കാര്യത്തിന്റെ ഉത്തരം അറിയില്ല എന്ന് സ്വയം മനസ്സിലാക്കുകയും അത് എവിടെ പോയി തപ്പിയാൽ കിട്ടും എന്ന് സ്വയം തീരുമാനിക്കുകയും എന്നിട്ട് അതിന് അനുയോജ്യമായിട്ടുള്ള ടൂളുകൾ ഉപയോഗിച്ച് കൃത്യമായ മറുപടി കണ്ടുപിടിച്ച് കൊണ്ടുവരികയും ചെയ്യുന്ന നിങ്ങളെ പോലെയുള്ള ഒരാളെയാണ് നമ്മൾ AI ഏജന്റ് എന്ന് വിളിക്കുന്നത്.